എനിക്കാരുണ്ട് ഈ ഒരു ചിന്ത പലപ്പോഴും നമ്മളെ വല്ലാണ്ട് അലട്ടുന്ന ഒരു ചിന്തയാണ്. കോടതിയിൽ ഡിവോഴ്സിനായിട്ട് കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അവിടെ വെച്ചാണ് സത്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് എന്തും ഫേസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. പിന്നെ മോളുമായിട്ട് തിരുവനന്തപുരത്തോട്ട് വന്നതിന് ശേഷം ഒരു വീടെടുത്തു, വാടകയ്ക്കൊരു വീടെടുത്തു ഞങ്ങൾ ആദ്യം. അപ്പോൾ ആ വീട് എനിക്ക് സത്യത്തിൽ ആ വീട് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തോരം രാത്രികളാണ് ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ ഇരുന്ന് ചിന്തിച്ച് അങ്ങനെ ചെയ്യാം. പ്രാക്ടിക്കൽ തിങ്കിങ് ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവാം, അങ്ങനെ ആവാം, ഇങ്ങനെ ചിന്തിച്ച് അപ്പം അവിടെ നിന്ന് പലപ്പോഴും ഉറക്കമില്ല. കട്ടൻ മാറ്റി നോക്കുമ്പോൾ നല്ല നിലാവ് കാണാം. അതിലേ നോക്കി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എനിക്ക് തോന്നും, ഈശ്വര ആരുമില്ലല്ലോ എനിക്ക്. കാരണം കോടതി വഴക്കുകളിൽ നിന്ന് ഞാൻ പിന്മാറിയപ്പോൾ എൻ്റെ കുടുംബം മുഴുവൻ ശത്രുക്കളായി. ഡിവോഴ്സ് ചെയ്തപ്പോൾ നമ്മുടെ ദാമ്പത്യവും പോയി. അപ്പം ഡിവോഴ്സ് ചെയ്ത സ്ത്രീകൾ സ്വന്തം കുടുംബത്തിൽ ചെന്ന് അവിടുത്തെ പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു കീഴ്വഴക്കമാണ് ഞാൻ മുറിച്ചു കളഞ്ഞത്. അതോടുകൂടി എല്ലാ കുടുംബക്കാരിൽ നിന്നും ഞാൻ അകലുകയാണ്. അപ്പോൾ ഞാനെപ്പോഴും വിശ്വസിക്കും, എല്ലാവരും എന്നെ ശപിച്ചാലും ഒരാൾ ശപിക്കാതുണ്ടാവും എന്നെനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. അത് പ്രപഞ്ചമായിരുന്നു. ഇപ്പോഴും അതെ, പ്രപഞ്ചമാണ്. അപ്പോൾ എനിക്കാരുമില്ലേ എന്ന് വിഷമിക്കരുത്. ഒറ്റ എന്നാൽ ഒറ്റ ഒരാളാണ്. നമ്മൾ തോക്കില്ല എന്നങ്ങ് തീരുമാനിച്ചാലുണ്ടല്ലോ. ഇത് മോട്ടിവേഷണൽ സ്പീച്ചല്ല, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. ഞാൻ എന്തിനാ എൻ്റെ ഇമേജും ഒന്നും നോക്കാതെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ രാത്രികളിൽ മോളുമായിട്ട് ആ ഒരു വീടെടുത്തിട്ട് ഉള്ള ആ രാത്രികളിൽ ഞാനിങ്ങനെ ചിന്തിക്കും. ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് അവൾ സേഫ് ആവണം, അതേപോലെ ഞാനും സേഫ് ആവണം. ഇന്നത്തെ പക്വത അവൾക്കില്ല, അവൾ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ആ ചിന്തകളിൽ കൂടി ഞാൻ മോൾഡ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള അവസരങ്ങൾ ഭഗവാൻ എനിക്ക് കൊണ്ടു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് ലൈഫിൽ വന്നു. തൊഴിലിടങ്ങളിലായാലും ഒക്കെ പലതരത്തിൽ ഒരുപാട് ഞാൻ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിന് ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ആരും കൂടെ നിന്നിട്ടില്ല. പക്ഷേ ഞാൻ ശരിയാണെന്ന് തെളിയിക്കാൻ എവിടെയോ ഒരു ശക്തി ഉണ്ടായിരുന്നു. അത് പ്രപഞ്ചമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒറ്റയാണെന്ന് വിചാരിച്ച് ആരും വിഷമിക്കരുത്. എല്ലാവരും ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പം സ്വന്തം നിഴൽ പോലും നമ്മുടെ കൂടെ കാണത്തില്ല. എല്ലാവരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ചിലപ്പോൾ ഒറ്റപ്പെടാം. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം.